അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും തലയ്ക്ക് വിലയിട്ടിരിക്കുകയാണ് ഇറാൻ. ഇരുവരെയും വധിക്കുന്നവർക്ക് $58 മില്യൺ പാരിതോഷികം പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിലാണെന്ന് ഇറാൻ പാർലമെന്റിന്റെ ദേശീയ സുരക്ഷാ വിദേശനയ കമ്മിറ്റി ചെയർമാൻ എബ്രാഹിം അസ്സിസി വ്യക്തമാക്കി. ട്രംപിനെയും നെതന്യാഹുവിനെയും വധിക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ സ്ഥാപനത്തിന് 50 ദശലക്ഷം യൂറോ, അതായത് ഏകദേശം $58.23 ദശലക്ഷം പാരിതോഷികം നൽകുന്നത് സംബന്ധിച്ച ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സൈനിക സുരക്ഷാ സേനകളുടെ പ്രത്യാക്രമണം എന്ന ബില്ല് തയ്യാറാക്കാനുള്ള നീക്കത്തിലാണ് കമ്മിറ്റിയെന്ന് അസ്സിസി പറഞ്ഞു. മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയെ വധിച്ചതിനുള്ള പ്രതികാരമായാണ് ഈ പുതിയ നീക്കം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡ് കമാൻഡർ അഡ്മിറൽ ബ്രാഡ് കൂപ്പറിനെ വധിക്കുന്നവർക്കും പാരിതോഷികം ലഭിക്കും. ട്രംപിനെയും നെതന്യാഹുവിനെയും ഇല്ലാതാക്കുന്നവർക്ക് $50 മില്യൺ സമ്മാനം പ്രഖ്യാപിച്ച് ഇറാൻ സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന സൈബർ വാർഫെയർ ഗ്രൂപ്പായ ഹന്ദലയും നേരത്തെ രംഗത്തെത്തിയിരുന്നു. US നീതിന്യായ വകുപ്പ് ഈ സംഘടനയിലെ അംഗങ്ങളെ പിടികൂടുന്നവർക്ക് $10 മില്യൺ പാരിതോഷികം വാഗ്ദാനം ചെയ്തതിന് മറുപടിയായിരുന്നു ഈ പ്രഖ്യാപനം. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ യുഎസിന് മുന്നിൽ ഇറാൻ പുതിയ സമാധാന നിർദ്ദേശം മുന്നോട്ട് വെച്ചതിന് പിന്നാലെയാണ് ഈ പാരിതോഷികത്തിന്റെ വിവരങ്ങളും പുറത്തുവരുന്നത്. മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാൻ വഴിയാണ് ഇറാന്റെ സമാധാന നീക്കം. ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കണം, മരവിപ്പിച്ച ആസ്തികൾ വിട്ടുകിട്ടണം, ഹോർമസ് കടലിടുക്കിന് മേൽ തങ്ങളുടെ നിയന്ത്രണം തുടരും തുടങ്ങിയ ആവശ്യങ്ങളിൽ ഇറാൻ വിട്ടുവീഴ്ച വരുത്തിയിട്ടില്ല എന്നാണ് സൂചന. യുദ്ധം അവസാനിപ്പിക്കുക ലക്ഷ്യമിട്ട് US മുന്നോട്ട് വെച്ച പുതിയ 5 പദ്ധതികൾക്ക് മധ്യസ്ഥരായ പാകിസ്ഥാൻ വഴിയാണ് ഇറാൻ തിങ്കളാഴ്ച മറുപടി നൽകിയത്. ഏപ്രിൽ 8 വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ഇത്തരത്തിൽ ഇരുപക്ഷവും സമാധാന നിർദ്ദേശങ്ങളും മറുപടിയും കൈമാറിക്കഴിഞ്ഞു. ഒരൊറ്റ ആണവ നിലയം മാത്രം നിലനിർത്തി ബാക്കിയുള്ളവ പൂട്ടണം, 440 കിലോഗ്രാം വരുന്ന സമ്പുഷ്ട യുറേനിയം യുഎസിന് കൈമാറണം തുടങ്ങിയവ ഉൾപ്പെട്ടതാണ് ട്രംപ് സർക്കാർ മുന്നോട്ട് വെച്ച പുതിയ സമാധാന പദ്ധതി. അതിനിടെ സമാധാന കരാറിൽ എത്തിയില്ല എങ്കിൽ ഇറാനിൽ ഒന്നും ശേഷിക്കില്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. UAEയിലും സൗദി അറേബ്യയിലും ഞായറാഴ്ച ഡ്രോൺ ആക്രമണം ഉണ്ടായതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ ഈ ഭീഷണി പ്രഖ്യാപനവും പുറത്തുവന്നത്. അതേസമയം ഹോർമസ് കടലിടുക്കിന്റെ കാര്യങ്ങൾ നോക്കി നടത്താൻ പുതിയ സംവിധാനം ഉണ്ടാക്കിയതായി ഇറാന്റെ പരമോന്നത സുരക്ഷാ സമിതി തിങ്കളാഴ്ച അറിയിച്ചിരുന്നു. പേർഷ്യൻ ഗൾഫ് സ്ട്രെയിറ്റ് അതോറിറ്റി എന്നാണ് ഇതിനു പേര്. ഹോർമസ് കടലിടുക്കിലെ നടപടികളെയും പുതിയ സംഭവ വികാസങ്ങളെയും കുറിച്ച് PGSA സമയാസമയം വിവരം നൽകുമെന്ന് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെയാണ് അറിയിച്ചത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിന്റെ നാവിക വിഭാഗവും ഇതേ കാര്യം എക്സിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ PGSA എന്താണ് ചെയ്യുകയെന്ന കാര്യം വ്യക്തമല്ല. ഹോർമസ് കടലിടുക്കിന് മേൽ പരമാധികാരം പ്രയോഗിക്കുന്നതിനായി ഇറാൻ ഒരു സംവിധാനം ഉണ്ടാക്കിയതായി ഇറാനിയൻ മാധ്യമമായ പ്രസ് ടിവിയും റിപ്പോർട്ട് ചെയ്തിരുന്നു. USഉം ഇസ്രായേലും ചേർന്ന് ഫെബ്രുവരി 28 ആക്രമിച്ചതിന് പിന്നാലെയാണ് ഇറാൻ ഹോർമസ് കടലിടുക്ക് അടച്ചത്. ഏപ്രിൽ 8 വെടിനിർത്തൽ പ്രാബല്യത്തിലായെങ്കിലും ഹോർമസിലെ സംഘർഷത്തിന് അയവ് വന്നില്ല. ഇതുവഴി ഇറാന്റെ തുറമുഖത്തേക്ക് പോക്കുവരവ് നടത്തുന്ന കപ്പലുകളെ US നാവികസേനയും തടയുന്നുണ്ട്. ലോകത്തെ ഇന്ധന ഗതാഗതത്തിന്റെ 1/5 നടന്നിരുന്നത് ഹോർമസ് കടലിടുക്കിലൂടെയാണ്. ഇതടച്ചത് ആഗോളതലത്തിൽ ഇന്ധന വിലക്കയറ്റത്തിന് ഇടയാക്കിയിരിക്കുകയുമാണ്. ന്യൂസ് ഡെസ്ക്